ആദിയിൽ വചനമുണ്ടായിരുന്നു, വചനം ദൈവത്തോടു കൂടിയായിരുന്നു, വചനം ദൈവമായിരുന്നു. അവൻ ആദിയിൽ ദൈവത്തോടു കൂടിയായിരുന്നു. സമസ്തവും അവനിലൂടെ ഉണ്ടായി, ഒന്നും അവനെ കൂടാതെ ഉണ്ടായിട്ടില്ല. അവനിൽ ജീവനുണ്ടായിരുന്നു, ആ ജീവൻ മനുഷ്യരുടെ വെളിച്ചമായിരുന്നു. ആ വെളിച്ചം ഇരുളിൽ പ്രകാശിക്കുന്നു, അതിനെ കീഴടക്കുവാൻ ഇരുളിന് കഴിഞ്ഞില്ല. തൻ്റെ പ്രബോധനങ്ങളാൽ നമ്മെ ജ്ഞാനികളാക്കുന്ന സകലത്തിൻ്റെയും നാഥനായ ദൈവം വാഴ്ത്തപ്പെട്ടവനാകട്ടെ. ഞങ്ങളുടെ കർത്താവായ ദൈവമേ, അങ്ങയുടെ ജീവദായകവും ദൈവീകവുമായ തിരുവചനങ്ങളുടെ മധുരസ്വരം ശ്രവിക്കുന്നതിനും ഗ്രഹിക്കുന്നതിനും ഞങ്ങളുടെ ബുദ്ധിയെ പ്രകാശിപ്പിക്കണമേ. അങ്ങയുടെ വിശുദ്ധമായ പ്രബോധനത്താൽ ഞങ്ങളെ ജ്ഞാനികളാക്കണമേ. ഞങ്ങളുടെ ഇരുളടഞ്ഞ ജീവിതത്തെ അങ്ങയുടെ വചന വെളിച്ചത്താൽ പ്രകാശിപ്പിക്കണമേ. അങ്ങയുടെ വചനങ്ങളാൽ ഞങ്ങളുടെ മനസ്സിനെ ജ്വലിപ്പിക്കണമേ. ആമേൻ. ഒരു വർഷം കൊണ്ട് വിഷയാടിസ്ഥാനത്തിലുള്ള സമ്പൂർണ്ണ ബൈബിൾ വായന 153 ദിവസം. സോളമൻ്റെ മരണം. ഇന്നേ ദിവസം നമ്മൾ രാജാക്കന്മാരുടെ 1-ാം പുസ്തകം 11-ാം അധ്യായം, സഭാപ്രസംഗകൻ്റെ പുസ്തകം 10, 11, 12 അധ്യായങ്ങൾ, സങ്കീർത്തനങ്ങൾ 9 എന്നിവ വായിക്കുന്നു. ജ്ഞാനിയായ ഒരു രാജാവിൽ നിന്ന് സമ്പൂർണമായ അന്യദൈവ ആരാധനയിലേക്ക് എത്തിപ്പെട്ട ഒരു അവിശ്വസ്തനായി സോളമൻ മാറിയതിനെപ്പറ്റി സോളമൻ്റെ മരണവും ഇന്ന് നാം വായിക്കുന്നു. നന്നായി ആരംഭിച്ച ഒരാൾക്ക് എങ്ങനെ മോശമായി പൂർത്തിയാക്കാൻ കഴിയും എന്ന് തെളിയിച്ച സോളമൻ്റെ ജീവിതം ജ്ഞാനിയിൽ നിന്ന് മൂഢനിലേക്കുള്ള ഒരു യാത്ര ഏതൊരാളുടെയും സാധ്യതയാണെന്ന് തിരിച്ചറിയാനും ദൈവം നൽകുന്ന മുന്നറിയിപ്പുകളെ ഗൗരവമായി എടുക്കുവാനും തിരുവചനം നമ്മെ പ്രചോദിപ്പിക്കുന്നു. രാജാക്കന്മാരുടെ 1-ാം പുസ്തകം 11-ാം അധ്യായം. സോളമൻ്റെ അധപതനം. സോളമൻ രാജാവ് ഫറവോയുടെ പുത്രിയോടൊപ്പം മോവാബ്യരും അമ്മോന്യരും ഏദോമ്യരും സീദോന്യരും ഹിത്യരുമായ അനേകം വിദേശ സ്ത്രീകളെയും സ്നേഹിച്ചു. നിങ്ങൾ അവരുടെ ഇടയിൽ പോവുകയോ അവർ നിങ്ങളുടെ ഇടയിൽ വരികയോ അരുത്. നിശ്ചയമായും നിങ്ങളുടെ ഹൃദയം അവരുടെ ഇടയിലെ ദേവന്മാരുടെ പിറകെ തിരിയും എന്ന് ഇസ്രായേല്യരോട് കർത്താവ് അരുൾ ചെയ്ത ജനങ്ങളിൽ നിന്നുള്ളവരായിരുന്നു അവർ. സോളമൻ അവരുമായി സ്നേഹബദ്ധനായി തീർന്നു. അവന് രാജ്ഞിമാരായ 700 ഭാര്യമാരും 300 ഉപനാരികളും ഉണ്ടായിരുന്നു. അവൻ്റെ ഭാര്യമാർ അവനെ ചഞ്ചലചിത്തനാക്കി. സോളമൻ്റെ വാർദ്ധക്യത്തിൽ അവൻ്റെ ഭാര്യമാർ അവൻ്റെ ഹൃദയം അന്യദേവന്മാരുടെ പിറകെ ചായാനിടയാക്കി. അവൻ്റെ പിതാവായ ദാവീദിൻ്റെ ഹൃദയം പോലെ അവൻ്റെ ഹൃദയം തൻ്റെ കർത്താവായ ദൈവത്തിൽ പൂർണ്ണമായും ഉറച്ചിരുന്നില്ല. സീദോൻകാരുടെ ദേവിയായ അഷ്തൊറത്തിൻ്റെയും അമ്മോന്യരുടെ മ്ലേച്ഛവസ്തുവായ മിൽക്കോമിൻ്റെയും പുറകെ സോളമൻ പോയി. അങ്ങനെ അവൻ കർത്താവിൻ്റെ ദൃഷ്ടികളിൽ തിന്മ ചെയ്തു. അവൻ്റെ പിതാവായ ദാവീദിനെപ്പോലെ അവൻ കർത്താവിനെ പൂർണ്ണമായി പിൻചെന്നില്ല. അക്കാലത്ത് ജെറൂസലേമിന് അഭിമുഖമായുള്ള മലയിൽ മോവാബുകാരുടെ മ്ലേച്ഛവസ്തുവായ കെമോഷിനും അമ്മോന്യരുടെ മ്ലേച്ഛവസ്തുവായ മോളയ്ക്കിനും സോളമൻ പൂജാഗിരി നിർമ്മിച്ചു. അവൻ തൻ്റെ എല്ലാ വിജാതീയ ഭാര്യമാർക്കും അങ്ങനെ തന്നെ ചെയ്തു കൊടുത്തു. അവർ തങ്ങളുടെ ദേവന്മാർക്ക് ധൂപാർപ്പണം നടത്തുകയും ബലിയർപ്പിക്കുകയും ചെയ്തു. 2 പ്രാവശ്യം തനിക്ക് പ്രത്യക്ഷനായ ഇസ്രായേലിൻ്റെ ദൈവമായ കർത്താവിൽ നിന്ന് സോളമൻ തൻ്റെ ഹൃദയം പിന്തിരിച്ചതിനാൽ കർത്താവ് അവനെതിരെ കോപിച്ചു. അന്യദേവന്മാരുടെ പിറകെ പോകാതിരിക്കാൻ ഇക്കാര്യത്തെ സംബന്ധിച്ച് അവിടുന്ന് അവനോട് കൽപ്പിച്ചിട്ടുണ്ടായിരുന്നു. എന്നാൽ കർത്താവ് കൽപ്പിച്ചത് അവൻ അനുസരിച്ചില്ല. കർത്താവ് സോളമനോട് അരുൾ ചെയ്തു, നീ ഇപ്രകാരം ചെയ്തതിനാലും ഞാൻ നിന്നോട് കൽപ്പിച്ച എൻ്റെ ഉടമ്പടിയും ചട്ടങ്ങളും പാലിക്കാത്തതിനാലും നിന്നിൽ നിന്ന് നിശ്ചയമായും നിൻ്റെ രാജ്യം ഞാൻ ചീന്തിയെടുത്ത് അത് നിൻ്റെ ദാസന് നൽകും. എന്നാൽ നിൻ്റെ പിതാവായ ദാവീദിനെ പ്രതി ഏതായാലും നിൻ്റെ കാലത്ത് ഞാനത് ചെയ്യുകയില്ല. നിൻ്റെ മകൻ്റെ കയ്യിൽ നിന്ന് ഞാൻ അത് ചീന്തിയെടുക്കും. എങ്കിലും രാജ്യം മുഴുവൻ ഞാൻ ചീന്തിയെടുക്കുകയില്ല. എൻ്റെ ദാസനായ ദാവീദിനെ പ്രതിയും ഞാൻ തിരഞ്ഞെടുത്ത ജെറൂസലേമിനെ പ്രതിയും ഒരു ഗോത്രം നിൻ്റെ പുത്രന് നൽകും. ഏദോമ്യനായ ഹദാദിനെ കർത്താവ് സോളമൻ്റെ പ്രതിയോഗിയായി ഉയർത്തി. അവൻ ഏദോം രാജവംശജനായിരുന്നു. ദാവീദ് ഏദോമിലായിരുന്നപ്പോൾ സേനാനായകൻ യോവാബ് കൊല്ലപ്പെട്ടവരെ സംസ്കരിക്കാൻ പോയി.
അവൻ ഏദോമിലെ എല്ലാ പുരുഷന്മാരെയും വധിച്ചു. എന്തെന്നാൽ ഏദോമിലെ ഓരോ പുരുഷനെയും വധിക്കുന്നതുവരെ യോവാബും ഇസ്രായേൽ മുഴുവനും 6 മാസം അവിടെ താമസിച്ചിരുന്നു. ഹദാദും അവൻ്റെ കൂടെ അവൻ്റെ പിതാവിൻ്റെ ദാസരിലെ ഏദോംകാരായ ചില ആളുകളും ഈജിപ്ത് ലക്ഷ്യമാക്കി പലായനം ചെയ്തു. അപ്പോൾ ഹദാദ് ബാലനായിരുന്നു. അവർ മിദിയാനിൽ നിന്ന് പുറപ്പെട്ട് പാരാനിലെത്തി. പാരാനിൽ നിന്ന് അവർ ആളുകളെ തങ്ങളോടൊപ്പം കൂട്ടിച്ചേർത്ത് ഈജിപ്ത് രാജാവായ ഫറവോയുടെ അടുത്ത് ഈജിപ്തിൽ ചെന്നു. അയാൾ അവന് ഭവനവും ഭക്ഷണവും നൽകി, അവന് സ്ഥലവും കൊടുത്തു. ഫറവോയുടെ ദൃഷ്ടികളിൽ ഹദാദ് ഏറെ പ്രീതി കണ്ടെത്തി. അയാൾ അവന് ഭാര്യയായി തൻ്റെ ഭാര്യയുടെ സഹോദരിയെ, അതായത് തഫ്നേസ് രാജ്ഞിയുടെ സഹോദരിയെ കൊടുത്തു. തഫ്നേസിൻ്റെ സഹോദരി അവന് ഒരു പുത്രനെ ഗനുബാത്തിനെ പ്രസവിക്കുകയും തഫ്നസ് അവനെ ഫറവോയുടെ കൊട്ടാരത്തിൽ വളർത്തുകയും ചെയ്തു. ഗനുബാത്ത് ഫറവോയുടെ കൊട്ടാരത്തിൽ പുത്രന്മാരോടുകൂടെ വസിച്ചു. ദാവീദ് തൻ്റെ പിതാക്കന്മാരോടുകൂടെ ശയിച്ചെന്നും സേനാധിപനായ യോവാബ് മരിച്ചെന്നും ഹദാദ് ഈജിപ്തിൽ വെച്ച് കേട്ടു. അപ്പോൾ അവൻ ഫറവോയോട് പറഞ്ഞു, ഞാൻ എൻ്റെ നാട്ടിലേക്ക് പോകുന്നതിന് എന്നെ അനുവദിച്ചാലും. ഫറവോ അവനോട് ചോദിച്ചു, എൻ്റെ പക്കൽ നിനക്ക് എന്ത് കുറവുണ്ടായിട്ടാണ് ഇതാ നീ നിൻ്റെ നാട്ടിലേക്ക് പോകാൻ ആഗ്രഹിക്കുന്നത്? അവൻ പറഞ്ഞു, ഒന്നുമില്ല, എങ്കിലും അങ്ങനെ അയച്ചാലും. എലിയാദായുടെ മകൻ റസോനെ ദൈവം സോളമന് പ്രതിയോഗിയായി ഉയർത്തി. തൻ്റെ യജമാനനായ സോവായിലെ രാജാവായ ഹദദേസറിൻ്റെ പക്കൽ നിന്ന് ഒളിച്ചോടിയവനായിരുന്നു അവൻ. ദാവീദ് അവരെ സംഹരിച്ചപ്പോൾ റസോൻ ആളുകളെ തന്നോട് ചേർത്ത് ഒരു സംഘത്തിൻ്റെ നേതാവായി ദമാസ്കസിലേക്ക് പോയിരുന്നു. അവർ അവിടെ താമസിച്ച് ദമാസ്കസിൽ ഭരണം നടത്തി വരികയായിരുന്നു. ഹദാദ് ചെയ്ത തിന്മയ്ക്ക് പുറമെ സോളമൻ്റെ കാലം മുഴുവനും അവൻ ഇസ്രായേലിന് പ്രതിയോഗിയായിരുന്നു. അവൻ ഇസ്രായേലിനെ വെറുക്കുകയും ആരാമിൻ്റെ മേൽ ഭരണം നടത്തുകയും ചെയ്തു. സോളമൻ്റെ ഒരു ദാസനും സെരേദായിൽ നിന്നുള്ള എഫ്രൈംകാരൻ നെബാത്തിൻ്റെ പുത്രനുമായ ജെറോബോവാം രാജാവിനെതിരെ കരമുയർത്തി. അവൻ്റെ അമ്മയുടെ പേര് സെരൂവ. അവളൊരു വിധവയായിരുന്നു. സോളമൻ രാജാവിനെതിരെ അവൻ കരമുയർത്താൻ കാരണമിതാണ്: അവൻ മില്ലോ പണി കഴിപ്പിച്ചു. തൻ്റെ പിതാവായ ദാവീദിൻ്റെ പട്ടണത്തിൻ്റെ വിള്ളലുകൾ അടച്ചു. ജെറോബോവാം എന്നയാൾ ധീരനായ ഒരു വ്യക്തിയായിരുന്നു. ആ യുവാവ് പണിയെടുക്കുന്നവനാണെന്ന് കണ്ട് സോളമൻ അവനെ ജോസഫിൻ്റെ ഭവനത്തിലെ എല്ലാ ചുമതലകളുടെയും മേലാളനാക്കിയിരുന്നു. അക്കാലത്തൊരിക്കൽ ജെറോബോവാം ജെറൂസലേമിൽ നിന്ന് പുറത്തു പോയപ്പോൾ ഷീലോൻകാരനായ അഹിയ പ്രവാചകൻ അവനെ വഴിയിൽ കണ്ടു മുട്ടി. അവൻ ഒരു പുതിയ അങ്കി ധരിച്ചിരുന്നു. ആ വയലിൽ അവർ ഇരുവരും തനിച്ചായിരുന്നു. അഹിയ തൻ്റെ മേലുണ്ടായിരുന്ന പുതിയ വസ്ത്രത്തിൽ പിടിച്ച് അത് 12 കഷ്ണങ്ങളായി കീറി. അവൻ ജെറോബോവാമിനോട് പറഞ്ഞു, 10 കഷ്ണങ്ങൾ നിനക്കായി എടുക്കുക. എന്തെന്നാൽ ഇസ്രായേലിൻ്റെ ദൈവമായ കർത്താവ് ഇങ്ങനെ അരുൾ ചെയ്യുന്നു: ഇതാ, സോളമൻ്റെ കയ്യിൽ നിന്ന് ഞാൻ രാജ്യം ചീന്തിയെടുക്കുന്നു. 10 ഗോത്രങ്ങൾ ഞാൻ നിനക്ക് നൽകും. എൻ്റെ ദാസനായ ദാവീദിനെ പ്രതിയും ഇസ്രായേലിൻ്റെ എല്ലാ ഗോത്രങ്ങളിൽ നിന്ന് ഞാൻ തിരഞ്ഞെടുത്ത പട്ടണമായ ജെറൂസലേമിനെ പ്രതിയും അവനൊരു ഗോത്രം ഉണ്ടായിരിക്കും. അവർ എന്നെ ഉപേക്ഷിക്കുകയും സീദോൻകാരുടെ ദേവനായ അഷ്തറോത്തിനെയും മോവാബിൻ്റെ ദേവനായ കെമോഷിനെയും അമ്മോന്യരുടെ ദേവനായ മിൽക്കോമിനെയും ആരാധിക്കുകയും ചെയ്തു. അവൻ്റെ പിതാവായ ദാവീദിനെ പോലെ എൻ്റെ ദൃഷ്ടികളിൽ ശരിയായവ, അതായത് എൻ്റെ ന്യായവിധികളും ചട്ടങ്ങളും അനുവർത്തിക്കുന്നതിനായി അവർ എൻ്റെ മാർഗങ്ങളിൽ ചരിച്ചില്ല. എങ്കിലും അവൻ്റെ കയ്യിൽ നിന്ന് രാജ്യം മുഴുവൻ ഞാൻ എടുക്കുകയില്ല. കാരണം എൻ്റെ പ്രമാണങ്ങളും ചട്ടങ്ങളും പാലിച്ച ഞാൻ തിരഞ്ഞെടുത്ത ദാവീദിനെ പ്രതി അവനെ ഞാൻ അവൻ്റെ ജീവിതകാലം മുഴുവൻ നേതാവാക്കിയിരിക്കുന്നു. എന്നാൽ രാജ്യം ഞാൻ അവൻ്റെ പുത്രൻ്റെ കയ്യിൽ നിന്ന് എടുക്കും. ആ 10 ഗോത്രങ്ങൾ നിനക്ക് ഞാൻ തരും. എൻ്റെ നാമം സ്ഥാപിക്കാൻ ഞാൻ എനിക്കായി തിരഞ്ഞെടുത്ത പട്ടണമായ ജെറൂസലേമിൽ എൻ്റെ ദാസനായ ദാവീദിന് എൻ്റെ മുമ്പാകെ എക്കാലവും ഒരു ദീപമുണ്ടായിരിക്കാൻ അവൻ്റെ മകന് ഒരു ഗോത്രം ഞാൻ നൽകും. ഞാൻ നിന്നെ സ്വീകരിച്ചിരിക്കുന്നു. നീ ഇച്ഛിക്കുന്ന എല്ലാറ്റിലും നീ ഭരണം നടത്തും. ഇസ്രായേലിൻ്റെ മേൽ രാജാവായിരിക്കുകയും ചെയ്യും. എൻ്റെ ചട്ടങ്ങളും എൻ്റെ കൽപ്പനകളും പാലിക്കാൻ എൻ്റെ ദാസനായ ദാവീദ് ചെയ്തതുപോലെ ഞാൻ നിന്നോട് കൽപ്പിക്കുന്നതെല്ലാം നീ കേൾക്കുകയും എൻ്റെ മാർഗങ്ങളിൽ ചരിക്കുകയും
എൻ്റെ ദൃഷ്ടികളിൽ ശരിയായത് ചെയ്യുകയും ചെയ്താൽ ഞാൻ നിൻ്റെ കൂടെയായിരിക്കുകയും ദാവീദിനു വേണ്ടി പണിതതുപോലെ ഉറപ്പുള്ള ഭവനം നിനക്കായി പണിയുകയും നിനക്ക് ഇസ്രായേലിനെ നൽകുകയും ചെയ്യും. ഞാൻ ദാവീദിൻ്റെ സന്തതിയെ ഇതുമൂലം എളിമപ്പെടുത്തും, എന്നാൽ എക്കാലത്തേക്കുമല്ല. ജെറോബോവാമിനെ വധിക്കാൻ സോളമൻ ഉദ്യമിച്ചു. എന്നാൽ ജെറോബോവാം എഴുന്നേറ്റ് ഈജിപ്ത് രാജാവായ ഷീഷാക്കിൻ്റെ പക്കലേക്ക് പലായനം ചെയ്തു. സോളമൻ്റെ മരണം വരെ അവൻ ഈജിപ്തിലായിരുന്നു. സോളമൻ്റെ പ്രവൃത്തികളുടെ ശിഷ്ടഭാഗവും അവൻ ചെയ്തതോരോന്നും അവൻ്റെ ജ്ഞാനവും സോളമൻ്റെ നടപടി പുസ്തകത്തിൽ എഴുതപ്പെട്ടിട്ടില്ലേ? സോളമൻ ജെറൂസലേമിൽ ഇസ്രായേൽ മുഴുവൻ്റെയും മേൽ ഭരിച്ച കാലം 40 വർഷമായിരുന്നു. സോളമൻ തൻ്റെ പിതാക്കന്മാരോടൊത്ത് ശയിച്ചു. തൻ്റെ പിതാവായ ദാവീദിൻ്റെ പട്ടണത്തിൽ അവൻ സംസ്കരിക്കപ്പെട്ടു. അവൻ്റെ മകൻ റഹോബോവാം അവൻ്റെ സ്ഥാനത്ത് രാജാവായി. സഭാപ്രസംഗൻ്റെ പുസ്തകം 10-ാം അധ്യായം. വിവിധങ്ങളായ പരീക്ഷണങ്ങൾ. ചത്ത ഈച്ചകൾ പരിമളതൈലം ദുർഗന്ധപൂരിതമാക്കി പതപ്പിക്കും. ദുർവഹമായ ജ്ഞാനത്തേക്കാൾ അല്പം മൗഢ്യമാണ് കാമ്യം. ജ്ഞാനിയുടെ ഹൃദയം വലത്തോട്ടേക്കാണ്, വിഡ്ഢിയുടെ ഹൃദയം ഇടത്തോട്ടേക്കും. അല്പബുദ്ധി വഴിയിൽ പോലും ഭോഷനായവനെ പോലെ നടക്കുന്നു. താൻ ഭോഷനാണെന്ന് അവൻ എല്ലാവരോടും പറയുകയും ചെയ്യും. ഭരണാധികാരിയുടെ രോക്ഷം നിൻ്റെ മേലുയർന്നാൽ നീ നിൻ്റെ സ്ഥാനം വെടിയരുത്. എന്തെന്നാൽ പ്രശാന്തത വലിയ തെറ്റുകൾ പരിഹരിക്കും. സൂര്യന് താഴെ ഞാൻ ദർശിച്ച ഒരു തിന്മയുണ്ട്, ഭരണാധികാരിയുടെ സവിധത്തിൽ നിന്ന് പുറപ്പെടുന്ന അബദ്ധം പോലൊന്ന്. പല ഉന്നത സ്ഥാനങ്ങളിലും വിഡ്ഢിത്തം പ്രതിഷ്ഠിക്കപ്പെടുന്നു. മാന്യന്മാരാകട്ടെ താഴ്ന്ന സ്ഥാനത്തിരിക്കുന്നു. അടിമകളെ കുതിരപ്പുറത്ത് ഞാൻ കണ്ടു, പ്രഭുക്കൾ അടിമകളെപ്പോലെ നിലത്ത് നടക്കുന്നതും. കുഴികുത്തുന്നവൻ അതിൽ വീഴും, ചുമര് തുളയ്ക്കുന്നവനെ സർപ്പം ദംശിക്കുകയും ചെയ്യും. കല്ലുകൾ പൊട്ടിക്കുന്നവൻ അവയാൽ മുറിവേൽക്കും. വിറക് കീറുന്നവൻ അവയാൽ അപകടപ്പെടും. ഇരുമ്പ് മൂർച്ച തേഞ്ഞതാണെങ്കിൽ വായ്ത്തല കാച്ചിയെടുക്കാതിരുന്നാൽ അമിതശക്തി പ്രയോഗിക്കേണ്ടി വരും. എന്നാൽ ജ്ഞാനം ഐശ്വര്യം നേടിത്തരുന്നു. മെരുക്കിയെടുക്കുന്നതിന് മുമ്പ് സർപ്പം ദംശിച്ചാൽ പിന്നെ പാമ്പാട്ടിയെ കൊണ്ട് പ്രയോജനമില്ല. ജ്ഞാനിയുടെ അധരവചനങ്ങൾ പ്രസാദകരമാണ്, ഭോഷൻ്റെ അധരങ്ങൾ അവനെ തന്നെ വിഴുങ്ങും. അവൻ്റെ അധരവചനങ്ങളുടെ ആരംഭം തന്നെ ഭോഷത്വമാണ്. അവൻ്റെ ഭാഷണാന്തമാകട്ടെ തനിഭ്രാന്തും. മൂഢൻ വാക്കുകൾ പെരുപ്പിക്കും. സംഭവിക്കാനിരിക്കുന്നത് എന്തെന്ന് മനുഷ്യർ അറിയുന്നില്ല. അവനുശേഷം സംഭവിക്കുന്നത് ആരവനോട് വിവരിക്കും? നഗരത്തിലേക്ക് പോകാനറിയാത്ത ഭോഷൻ്റെ ശ്രമം അവനെ തളർത്തുന്നു. രാജ്യമേ, നിനക്ക് കഷ്ടം, കാരണം ഒരു ബാലനാണ് നിന്നെ ഭരിക്കുന്നത്. നിൻ്റെ രാജകുമാരന്മാർ രാവിലെ ഭക്ഷിക്കുന്നവരാണ്. രാജ്യമേ, നീ ഭാഗ്യമുള്ളത്, കാരണം ആഭിജാത്യമുള്ളവനാണ് നിന്നെ ഭരിക്കുന്നത്. നിൻ്റെ രാജകുമാരന്മാർ യഥാസമയം ഭക്ഷിക്കുന്നവരാണ്, തീറ്റഭ്രമം കൊണ്ടല്ല, കരുത്തിനു വേണ്ടി. അലസത കൊണ്ട് മേൽക്കൂര ഇടിയും, കൈകളുടെ നിഷ്ക്രിയത്വം കൊണ്ട് വീട് ചോരും. അപ്പമുണ്ടാക്കുന്നത് സന്തോഷിക്കാനാണ്, വീഞ്ഞ് ജീവിതത്തെ ആനന്ദിപ്പിക്കുന്നു. എന്നാൽ എല്ലാറ്റിനും പണം വേണം. നിൻ്റെ ചിന്തയിൽ പോലും രാജാവിനെ ശപിക്കരുത്, നിൻ്റെ ഉറക്കറയിൽ ധനവാനെയും ശപിക്കരുത്. കാരണം ഒരു ആകാശപ്പറവ ആ സ്വരം കൊണ്ട് നടക്കും, ഒരു പക്ഷി കാര്യം പ്രസിദ്ധമാക്കും. സഭാപ്രസംഗൻ്റെ പുസ്തകം 11-ാം അധ്യായം. വിവേകപൂർവ്വം പ്രവർത്തിക്കുക. നിൻ്റെ അപ്പം ജലപ്പരപ്പിലേക്കെറിയുക, എന്നാൽ പല നാളുകൾക്ക് ശേഷം നീ അത് കണ്ടെത്തും. നീ 7-8 പേർക്ക് ഓഹരി കൊടുക്കുക, കാരണം ഭൂമിയിൽ തിന്മയായി എന്ത് സംഭവിക്കുമെന്ന് അറിവില്ലല്ലോ. മേഘങ്ങൾ നിറയുകയാണെങ്കിൽ അവ ഭൂമിയിൽ മഴ ചൊരിയും. മരം വീഴുന്നത് തെക്കോട്ടാണെങ്കിലും വടക്കോട്ടാണെങ്കിലും വീണ സ്ഥലത്ത് തന്നെ മരമുണ്ടാകും. കാറ്റ് നോക്കിയിരിക്കുന്നവൻ വിതയ്ക്കുകയില്ല, മേഘങ്ങൾ കണ്ടിരിക്കുന്നവൻ കൊയ്യുകയുമില്ല. നിറഞ്ഞ ഗർഭപാത്രത്തിലെ അസ്ഥികളിലെ ചൈതന്യമാർഗത്തെക്കുറിച്ച് നിനക്കൊന്നും അറിവില്ലാത്തതുപോലെ സർവ്വതും സൃഷ്ടിക്കുന്നവനായ ദൈവത്തിൻ്റെ പ്രവൃത്തി നീ അറിയുന്നില്ല. പ്രഭാതത്തിൽ നീ നിൻ്റെ വിത്ത് വിതയ്ക്കുക, സന്ധ്യയ്ക്കും നിൻ്റെ കൈ വിശ്രമിക്കാതിരിക്കട്ടെ. ഇതോ അതോ ഏതാണ് ഫലമണിയുക എന്നും അതല്ല ഇനി രണ്ടും ഒന്നുപോലെ നന്നായെങ്കിലോ എന്നും നിനക്ക് ഒരു ധാരണയുമില്ലല്ലോ. യുവത്വവും വാർദ്ധക്യവും. പ്രകാശം മധുരമാണ്, സൂര്യനെ കാണുന്നത് കണ്ണുകൾക്ക് നല്ലതാണ്. ആയുസ് വർദ്ധിപ്പിച്ച് ജീവിച്ചാൽ തന്നെയും മനുഷ്യൻ എല്ലാറ്റിലും സന്തോഷമുള്ളവനായിരിക്കണം.
എന്നാൽ ഇരുളിൻ്റെ ദിനങ്ങൾ ഏറെയാണ് ആയിരിക്കുമെന്നത് ഓർക്കുകയും വേണം. വരുന്നതെല്ലാം മിഥ്യയാണ്. യുവാവേ, നിൻ്റെ യുവത്വത്തിൽ സന്തോഷിക്കുക. നിൻ്റെ യൗവനത്തിൻ്റെ നാളുകളിൽ നിൻ്റെ ഹൃദയം നിന്നെ സന്തുഷ്ടനാക്കട്ടെ. നിൻ്റെ ഹൃദയത്തിൻ്റെ ഇംഗിതങ്ങളും നിൻ്റെ കണ്ണുകളുടെ ദർശനങ്ങളും പിൻചെല്ലുക. എന്നാൽ അവയെ എല്ലാം പ്രതി ദൈവം നിന്നെ ന്യായവിധിയിൽ എത്തിക്കുമെന്ന് അറിഞ്ഞുകൊള്ളുക. നിൻ്റെ ഹൃദയത്തിൽ നിന്ന് ആകുലത അകറ്റുക, ശരീരത്തിൽ നിന്ന് കഷ്ടത ദൂരീകരിക്കുക. എന്തെന്നാൽ യൗവനവും ജീവിതോദയവും മിഥ്യയാണ്. സഭാപ്രസംഗൻ്റെ പുസ്തകം 12-ാം അധ്യായം. നിൻ്റെ യൗവന ദിനങ്ങളിൽ നിൻ്റെ സ്രഷ്ടാവിനെ സ്മരിക്കുക. ദുർദിനങ്ങൾ വരുന്നതിനും അവയിൽ നിനക്ക് താല്പര്യമില്ല എന്ന് നീ പറയുന്ന വത്സരങ്ങൾ സമീപിക്കുന്നതിനും മുമ്പ് തന്നെ, സൂര്യനും വെളിച്ചവും ചന്ദ്രതാരങ്ങളും ഇരുളുന്നതിനും വൃഷ്ടി കഴിഞ്ഞ് മേഘങ്ങൾ തിരിച്ചു വരുന്നതിനും മുമ്പ് തന്നെ. ആ ദിനത്തിൽ വീട്ടുകാവൽക്കാർ സംഭ്രമിക്കുകയും ശക്തന്മാർ കുഞ്ഞിപ്പോവുകയും അരയ്ക്കുന്നവർ ആളുകുറവായതിനാൽ വിരമിക്കുകയും കിളിവാതിൽക്കൽ നോക്കുന്നവർക്ക് ഇരുട്ടാവുകയും അരവ് യന്ത്രത്തിൻ്റെ ശബ്ദം മന്ദീഭവിക്കവേ തെരുവിൽ ഇരുവാതിലുകൾ അടയ്ക്കപ്പെടുകയും പക്ഷിയുടെ ശബ്ദത്താൽ ആളുണരുകയും ഗീതധ്വനികളെല്ലാം താഴുകയും വഴിയിൽ ഭീകരതകളെയും ഉയരത്തെ പോലും ആളുകൾ പേടിക്കുകയും ബദാംവൃക്ഷം തളിർക്കുകയും വെട്ടുക്കിളി ഇഴയുകയും ആശ അസ്തമിക്കുകയും ചെയ്യുമ്പോൾ മനുഷ്യൻ തൻ്റെ നിത്യതയുടെ ഭവനത്തിലേക്ക് പോകുന്നു. വിലപിക്കുന്നവർ തെരുവീഥിയിൽ വലം വയ്ക്കുന്നു. വെള്ളിച്ചരട് അകലാതിരിക്കുന്നതും കനകപാത്രം തകരാതിരിക്കുന്നതും ഉറവയ്ക്കരികെ പാത്രം ഉടയാതിരിക്കുന്നതും കിണറ്റിനരികെ ചക്രം കറങ്ങാതിരിക്കുന്നതും വരെ സ്രഷ്ടാവിനെ സ്മരിക്കുക. അപ്പോൾ ധൂളി അതായിരിക്കുന്ന മണ്ണിലേക്ക് മടങ്ങും, അരൂപി അതിനെ നൽകിയ ദൈവത്തിലേക്ക് പിന്തിരിയും. സഭാപ്രസംഗൻ പറയുന്നു, മിഥ്യകളുടെ മിഥ്യ, സർവ്വതും മിഥ്യ. ഉപസംഹാരം. സഭാപ്രസംഗൻ ജ്ഞാനിയായിരുന്നു എന്നതിന് പുറമെ ജനത്തെ അറിവ് പഠിപ്പിക്കുക കൂടി ചെയ്തു. അനേകം ചൊല്ലുകൾ ശ്രദ്ധിക്കുകയും പരിശോധിക്കുകയും ക്രമവൽക്കരിക്കുകയും ചെയ്തു. ഇമ്പമാർന്ന വചനങ്ങൾ കണ്ടുപിടിക്കാൻ സഭാപ്രസംഗൻ ഗവേഷണം നടത്തി. അങ്ങനെ സത്യസന്ധമായ വചനങ്ങൾ കൃത്യമായി എഴുതപ്പെട്ടു. ജ്ഞാനികളുടെ വചനങ്ങൾ ചാട്ടകൾ പോലെയാണ്, സൂക്ത സമാഹാരങ്ങൾ തറച്ചുറപ്പിച്ച ആണികൾ പോലെയാണ്. ഒരിടയനാൽ സമ്മാനിതമാണവ. അവയ്ക്കു പുറമെ എൻ്റെ മകനെ മുന്നറിയിപ്പ് സ്വീകരിക്കുക. ഗ്രന്ഥങ്ങൾ കൂടുതലായി രചിക്കുക എന്നതിന് പരിധിയില്ല. അധിക പഠനം ശരീരക്ഷീണം ഉളവാക്കും. കാര്യത്തിൻ്റെ സമാപ്തിയായി നമുക്ക് എല്ലാം കേൾക്കാം. ദൈവത്തെ ഭയപ്പെടുക, അവിടുത്തെ കൽപ്പനകൾ പാലിക്കുക. എന്തെന്നാൽ ഇതാണ് മനുഷ്യൻ്റെ സർവ്വവും. നല്ലതോ ചീത്തയോ ആകട്ടെ, നിഗൂഢമായിരിക്കുന്ന എല്ലാറ്റിനെയും പ്രതി ദൈവം സകല പ്രവൃത്തിയും ന്യായവിധിക്ക് കൊണ്ടുവരുമല്ലോ. സങ്കീർത്തനങ്ങൾ 9. മർദ്ദിതൻ്റെ കൃതജ്ഞത. ഗായക നേതാവിന് മകൻ്റെ മരണം എന്ന മട്ടിൽ ദാവീദിൻ്റെ കീർത്തനം. കർത്താവെ, പൂർണ്ണ ഹൃദയത്തോടെ ഞാൻ അങ്ങേക്ക് കൃതജ്ഞതയർപ്പിക്കും. അങ്ങയുടെ സകല അതിശയകൃത്യങ്ങളും ഞാൻ വിവരിക്കും. ഞാൻ അങ്ങിൽ സന്തോഷിച്ച് ആഹ്ലാദിക്കും. അത്യുന്നതനെ, അങ്ങയുടെ നാമത്തിന് ഞാൻ കീർത്തനമാലപിക്കും. എൻ്റെ ശത്രുക്കൾ പിന്തിരിയുമ്പോൾ അവർ കാലിടറി വീഴുകയും അങ്ങേ മുമ്പിൽ നിന്ന് തിരോഭവിക്കുകയും ചെയ്തു. അങ്ങൻ്റെ ന്യായവും വിധിയും നടത്തി തന്നിരിക്കുന്നുവല്ലോ. നീതിമാനായ ന്യായാധിപ, അങ്ങ് സിംഹാസനത്തിലിരിക്കുന്നു. അങ്ങ് ജനതകളെ ശകാരിച്ചു, ദുഷ്ടനെ നശിപ്പിച്ചു. അവരുടെ നാമം എന്നേക്കുമായി മായ്ച്ചു കളഞ്ഞു. വാളുകൾ ശത്രുവിനെ നിത്യമായി അവസാനിപ്പിച്ചിരിക്കുന്നു. നഗരങ്ങളെ അങ്ങ് ഉന്മൂലനം ചെയ്തു. അവരുടെ സ്മരണ തന്നെ ഒടുങ്ങിയിരിക്കുന്നു. എന്നാൽ കർത്താവ് ശാശ്വതമായി ആസനസ്ഥനായിരിക്കുന്നു. തൻ്റെ സിംഹാസനം അവിടുന്ന് ന്യായവിധിക്കായി സ്ഥാപിച്ചിരിക്കുന്നു. അവിടുന്ന് ലോകത്തെ നീതിയോടെ ന്യായവിധി ചെയ്യുന്നു. അവിടുന്ന് ജനപദങ്ങളെ പരമാർത്ഥതയോടെ വിധിക്കുന്നു. കർത്താവ് മർദ്ദിതന് സങ്കേതമാണ്, ക്ലേശത്തിലാകുന്ന നേരങ്ങളിൽ ഒരു സങ്കേതം. അങ്ങേ നാമം അറിയുന്നവർ അങ്ങിൽ ആശ്രയിക്കുന്നു. കർത്താവെ, അങ്ങേ അന്വേഷിച്ചവരെ അങ്ങ് ഉപേക്ഷിച്ചിട്ടില്ലല്ലോ. സിയോൻവാസിയായ കർത്താവിന് കീർത്തനമാലപിക്കുവിൻ. ജനങ്ങളുടെ ഇടയിൽ അവിടുത്തെ പ്രവൃത്തികൾ ഉദ്ഘോഷിക്കുവിൻ. എന്തെന്നാൽ രക്തത്തിന് പ്രതികാരം ചെയ്യുന്നവൻ അവരെ ഓർമ്മിക്കും. പീഡിതരുടെ നിലവിളി അവിടുന്ന് മറക്കുന്നില്ല. കർത്താവെ, എന്നിൽ കനിയണമേ. മരണകവാടങ്ങളിൽ നിന്ന് എന്നെ ഉദ്ധരിക്കുന്നവനെ, വിദ്വേഷകരിൽ നിന്നുള്ള എൻ്റെ പീഡകൾ കാക്കണമേ. സിയോൻ പുത്രിയുടെ കവാടങ്ങളിൽ അങ്ങയുടെ സ്തുതികളെല്ലാം ഞാൻ വിവരിക്കേണ്ടതിന് അങ്ങയുടെ രക്ഷയിൽ ഞാൻ ആനന്ദിക്കട്ടെ. ജനതകൾ കുഴിച്ച കുഴിയിൽ അവർ തന്നെ താണടിഞ്ഞു. അവർ ഒരുക്കിയ വലയിൽ അവരുടെ കാൽ തന്നെ കുരുങ്ങി. കർത്താവ് തന്നെ വെളിപ്പെടുത്തി
അവിടുന്ന് ന്യായവിധി നടത്തി. സ്വന്തം മുഷ്ടിപ്രയോഗത്താൽ ദുഷ്ടൻ കുടുങ്ങി. ഹിഗായോൻസല. ദുഷ്ടർ പാതാളത്തിലേക്ക് മടങ്ങട്ടെ. ദൈവത്തെ മറക്കുന്ന സകല ജനതകളും തന്നെ. ദരിദ്രർ നിത്യം വിസ്മരിക്കപ്പെടുകയില്ല. പീഡിതരുടെ പ്രത്യാശ എന്നേക്കുമായി അസ്തമിക്കുകയില്ല. കർത്താവെ, എഴുന്നേൽക്കണമേ. മർത്യൻ പ്രബലപ്പെടാതിരിക്കട്ടെ. ജനതകൾ അങ്ങയുടെ സന്നിധിയിൽ ന്യായം വിധിക്കപ്പെടട്ടെ. കർത്താവെ, അങ്ങേക്ക് അവർക്ക് ഭീതി ഉളവാക്കണമേ. തങ്ങൾ മർത്യരാണെന്ന് ജനങ്ങൾ മനസ്സിലാക്കട്ടെ. സലാ.